പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ലോകമെമ്പാടുമുള്ള ഗുഡ്നസ് TV പ്രേക്ഷകരെ, നിങ്ങൾക്കേവർക്കും ഏറെ സ്നേഹത്തോടെ ഡിവൈൻ വോയിസ് വചന ശുശ്രൂഷയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഇന്നത്തെ ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കുകയാണ്. പ്രാർത്ഥിച്ച് ഒരുങ്ങി നമുക്ക് ശുശ്രൂഷയിലേക്ക് കടക്കാം. കണ്ണുകളടയ്ക്കാം, കരങ്ങൾ കുപ്പാം. കർത്താവായ ഈശോയെ, ഈ ദിനം ഞങ്ങൾക്കങ്ങ് നൽകാനിരിക്കുന്ന വചനവും വചനവ്യാഖ്യാനവും ഞങ്ങളുടെ ജീവിത മേഖലകളെ എങ്ങനെ തൊടുന്നു എന്ന് തിരിച്ചറിയാനും അത് ഞങ്ങളുടെ ജീവിതത്തെ അല്പം കൂടെ കൂടുതൽ മനോഹരമാക്കി ക്രമപ്പെടുത്താനും ഞങ്ങളെ അനുഗ്രഹിക്കണമേ. അതിനായി ഈ ശുശ്രൂഷാ നിമിഷങ്ങളെ പൂർണ്ണമായ സന്നിധിയിൽ സമർപ്പിക്കുന്നു. അഭിഷേകവും അനുഗ്രഹവുമായി ഈ നിമിഷങ്ങളെ മാറ്റണമേ. ആമേൻ. ഈശോയിൽ അനുഗ്രഹീതരായ സ്നേഹം നിറഞ്ഞവരെ, ഈ ഡിവൈൻ വോയിസ് ശുശ്രൂഷയിലൂടെ വചന നിമിഷങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ അച്ഛന് നിങ്ങളോട് പങ്കുവയ്ക്കാനായിട്ടുള്ളത് ഇങ്ങനെ തുടങ്ങാനായിട്ട് ആഗ്രഹിക്കുകയാണ്. നമുക്കറിയാം, നാം ഇവിടെ ഉപയോഗിക്കുന്ന കറൻസി ഇന്ത്യയിലാണെങ്കിൽ രൂപയാണ്, റുപ്പി. രൂപ ഇവിടെ ഉപയോഗിക്കുന്ന ഒരു വ്യക്തി അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിലെ ആരെങ്കിലും ആകട്ടെ, വിദേശത്തേക്ക് പോവുകയാണെന്ന് വിചാരിക്കുക, അമേരിക്കയിലേക്ക് പോവുകയാണെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ മറ്റേതെങ്കിലും രാജ്യങ്ങൾ, ആ രാജ്യത്ത് ചെല്ലുമ്പോൾ 3 ലക്ഷം രൂപയുമായിട്ട് ഞാൻ പോവുകയാണ് അങ്ങോട്ടേക്ക്, പഠിക്കാനോ ജോലിക്കോ അല്ലെ ശുശ്രൂഷയ്ക്കോ മറ്റോ. എന്തിനാണെങ്കിലും അവിടെ ചെന്ന് ഫ്ലൈറ്റ് ഇറങ്ങിക്കഴിയുമ്പോൾ എനിക്ക് രാവിലെ ബ്രഷ് ചെയ്യണം, പല്ല് തേക്കണം. അതിനായിട്ട് ഒരു പേസ്റ്റ് ബ്രഷ് മേടിക്കണമെന്ന് വിചാരിക്കുക. പേസ്റ്റ് ബ്രഷ് മേടിക്കാൻ തുച്ഛമായ രൂപ മതി. അപ്പോൾ ഇതിനു വേണ്ടിയിട്ട് ഞാൻ അവിടെ ഒരു ഷോപ്പിൽ ചെന്നിട്ട് എൻ്റെ കയ്യിൽ 3 ലക്ഷം രൂപയുമുണ്ട്. ലക്ഷക്കണക്കിന് രൂപയുണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അവിടുന്ന് പേസ്റ്റോ ഒരു ബ്രഷോ ചെറിയ തുകയുടേത് വാങ്ങിക്കണമെങ്കിലും നമുക്കറിയാം അവിടുത്തെ കറൻസി ആക്കി ഇന്ത്യൻ കറൻസിയെ മാറ്റണം. അവിടെ ഉപയോഗിക്കുന്നത് ഡോളറാണ്. അപ്പോൾ ഇന്ത്യൻ റുപ്പിയെ ഡോളറാക്കി മാറ്റാതെ ഞാൻ അവിടെ ചെന്ന് ഇന്ത്യൻ രൂപയുമായിട്ട് ചെന്ന് കഴിഞ്ഞാൽ എനിക്ക് ഒരു ചെറിയ പേസ്റ്റും കിട്ടില്ല, ഒരു ബ്രഷും കിട്ടില്ല. ഇതുപോലെ നമുക്കറിയാം മറ്റേത് രാജ്യങ്ങളിലാണെങ്കിലും, UAE-യിലാണെങ്കിൽ ദിർഹമാക്കി മാറ്റണം, കുവൈറ്റിലാണെങ്കിൽ ദിനാറാക്കി മാറ്റണം, സൗദി ആണെങ്കിൽ റിയാലാക്കി മാറ്റണം, അമേരിക്ക, ഓസ്ട്രേലിയ, കാനഡ രാജ്യങ്ങളിലൊക്കെ ആണെങ്കിൽ ഡോളറാക്കി മാറ്റണം, ജർമ്മനി, ഇറ്റലിയൊക്കെ ആണെങ്കിൽ യൂറോ ആക്കി മാറ്റണം. അതാത് രാജ്യത്തിൻ്റെ കറൻസി ഉണ്ടെങ്കിൽ മാത്രമേ അവിടെ കച്ചവടമാണെങ്കിൽ അത് വാങ്ങൽ കൊടുക്കൽ എന്താണെങ്കിലും അത് നടക്കുകയുള്ളൂ. എൻ്റെ കയ്യിൽ ഇത്രയും രൂപയുണ്ടെന്ന് പറഞ്ഞിട്ട് അത് ഞാൻ മറ്റൊരു രാജ്യത്ത് നിന്ന് അത് ഉപയോഗിക്കാൻ നോക്കിക്കഴിഞ്ഞാൽ ഒരിക്കലും നടക്കുന്ന കാര്യമല്ല, നമുക്കറിയാവുന്ന കാര്യമാണ്. പ്രിയപ്പെട്ടവരെ, ഇത് ഭൗതികമായിട്ടുള്ളൊരു കാര്യം ഉദാഹരണമായി അച്ഛൻ പങ്കുവച്ചു എന്നുള്ളതേ ഉള്ളൂ. അത് പറഞ്ഞു വെച്ചത് മറ്റൊന്നിനുമല്ല, അത് നമ്മുടെ ആത്മീയ ജീവിതത്തെക്കുറിച്ചൊന്ന് പങ്കുവയ്ക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ്. അതിതാണ്, നമ്മൾ ഈ ഭൂമിയിൽ നമ്മൾ ഈ ഇന്ത്യയിൽ അല്ലെങ്കിൽ കേരളത്തിൽ ആയിരിക്കുമ്പോൾ മലയാളം ഭാഷ ഉപയോഗിക്കും. അപ്പോൾ ഈ മലയാള ഭാഷ ഉപയോഗിക്കുന്ന ഇവിടെ സംസാരിക്കാനും ഇവിടെ കാര്യങ്ങൾ ചെയ്യാനും നടത്താനും ഒക്കെ വേണ്ടിയിട്ടാണ്. ഇനിയും ഞാൻ സ്വർഗത്തിലേക്ക് പോവുകയാണെന്ന് വിചാരിക്കുക. കുറച്ച് കഴിയുമ്പോൾ സ്വർഗത്തിലേക്ക് പോകേണ്ടവരാണല്ലോ നമ്മൾ ഓരോരുത്തരും. സ്വർഗത്തിൽ ചെല്ലുമ്പോൾ അവിടെ എനിക്ക് സംസാരിക്കണമെങ്കിൽ, കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ, കൈമാറ്റം നടക്കണമെങ്കിൽ അവിടുത്തെ ഭാഷ ഞാൻ ഇവിടുന്ന് പരിശീലിക്കേണ്ടതാണ്. നമുക്കറിയാവുന്ന കാര്യമാണല്ലോ. മറ്റൊരിടത്ത് ചെല്ലുമ്പോൾ മറ്റൊരു ഭാഷ പരിശീലിക്കണം. മുമ്പ് കറൻസിയുടെ കാര്യമാണ് പറഞ്ഞത്. ഇനി ദേശം വിട്ട് മറ്റൊരു ദേശത്തേക്ക് ചെല്ലുമ്പോൾ അതാത് ദേശത്തിൻ്റെ, രാജ്യത്തിൻ്റെ, നാടിൻ്റെ ഭാഷ അറിഞ്ഞെങ്കിൽ മാത്രമേ നമുക്കവിടെ സംസാരിക്കാനും ഇടപെടാനും ഒക്കെ സാധിക്കത്തുള്ളൂ, കാര്യങ്ങൾ ചോദിക്കാനും പറയാനും ഒക്കെ സാധിക്കത്തുള്ളൂ. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് നമ്മൾ ഇവിടെ ഭൂമിയിൽ മലയാളം അല്ലെങ്കിൽ ഇംഗ്ലീഷ്, ഹിന്ദി ഭാഷ ഏത് ഭാഷയാണെങ്കിൽ അത് ഉപയോഗിക്കുന്നത് പോലെ തന്നെ ഇവിടുന്നും നമ്മൾ ഒരിക്കൽ സ്വർഗത്തിലേക്ക് എത്തേണ്ടവരാണ്. സ്വർഗത്തിലേക്ക് എത്തുമ്പോൾ അവിടെ കാര്യങ്ങൾ കൈമാറ്റം ചെയ്യണമെങ്കിൽ, സംസാരിക്കണമെങ്കിൽ, ഇടപെടണമെങ്കിൽ അവിടുത്തെ ഭാഷ നമ്മൾ പരിശീലിക്കണം.
അത് സ്വർഗത്തിൻ്റെ ഭാഷ അറിഞ്ഞിരുന്നാൽ മാത്രമേ സ്വർഗത്തിൽ നമുക്ക് സംസാരിക്കാൻ പറ്റുകയുള്ളല്ലോ. പ്രിയമുള്ളവരെ, ഭൂമിയിൽ ഈ അതാത് ദേശത്തിൻ്റെ രാജ്യത്തിൻ്റെ ഭാഷ അറിയാവുന്നത് കൊണ്ട് ഇവിടെ കാര്യങ്ങളെല്ലാം സംസാരത്തിൽ അതുപോലെ മുന്നോട്ട് നന്നായിട്ട് പോകും. അതുപോലെ ഞാൻ സ്വർഗത്തിലെത്തുമ്പോൾ എൻ്റെ ഭാഷ, സ്വർഗീയ ഭാഷ ഞാൻ അറിഞ്ഞിരുന്നാൽ, പരിശീലിച്ചാൽ, അതുപോലെ ഒരുങ്ങിയിരുന്നാൽ മാത്രമേ എനിക്കവിടെ പങ്കുവയ്ക്കാൻ, ഇടപെടാൻ, സംസാരിക്കാൻ സാധിക്കുകയുള്ളൂ എന്നൊരു വശമുണ്ടല്ലോ. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് അച്ഛൻ പങ്കുവയ്ക്കാനായിട്ട് ആഗ്രഹിക്കുന്നതാണ്, ഭൂമിയിലായിരിക്കുമ്പോൾ തന്നെ സ്വർഗത്തിൻ്റെ ഭാഷ നമ്മൾ പരിശീലിക്കണം. സ്വർഗത്തിൻ്റെ ഭാഷ ഭൂമിയിലായിരിക്കുമ്പോഴേ പരിശീലിക്കേണ്ടതുണ്ട്. നമുക്കറിയാം, ഡ്രൈവിങ് നന്നായി പരിശീലിച്ചാൽ മാത്രമേ നന്നായി ഓടിക്കാൻ പറ്റത്തുള്ളൂ. പരിശീലനം കുറവാണെങ്കിൽ ഓടിക്കുന്നതിൽ അപാകത വരും. അതുപോലെ ഭാഷ നന്നായിട്ട് അറിയാമെങ്കിൽ മാത്രമേ നന്നായിട്ട് അത് കൈകാര്യം ചെയ്യാൻ പറ്റുകയുള്ളൂ. അത് ഏത് ദേശത്താണെങ്കിലും രാജ്യത്താണെങ്കിലും നാട്ടിൽ ആണെങ്കിലും. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് ഭൂമിയിൽ നമ്മൾ ഇവിടെ കേരളീയർ എന്ന നിലയിൽ കേരളത്തിൽ മലയാളം ഉപയോഗിക്കുന്നത് പോലെ എത്ര നന്നായിട്ട് നമ്മൾ പഠിച്ചതുകൊണ്ടാണ് നന്നായിട്ട് ഇവിടെ ഉപയോഗിക്കാൻ സാധിക്കുക. അതുപോലെ തന്നെ നന്നായിട്ട് ഇവിടെ ഭാഷ ഉപയോഗിക്കുന്നത് പോലെ തന്നെ ഇപ്പോൾ തന്നെ ഇവിടെ പരിശീലനം സിദ്ധിച്ചാൽ മാത്രമേ, പ്രിയപ്പെട്ടവരെ, നമ്മൾ സ്വർഗത്തിൽ എങ്ങാനും എത്തിയാൽ, അത് വേറൊരു വശം, എത്തിക്കഴിഞ്ഞാൽ അവിടെ ഇടപെടാൻ നമുക്ക് സാധിക്കത്തുള്ളൂ, സംസാരിക്കാൻ സാധിക്കത്തുള്ളൂ. പ്രിയമുള്ളവരെ, അതിനായിട്ട് വിശുദ്ധ ഗ്രന്ഥം നമുക്ക് നൽകുന്ന സ്വർഗത്തിൻ്റെ ഭാഷ എന്താണെന്ന് നമുക്കൊന്ന് കണ്ടുപോകാമെന്ന് വിചാരിക്കുകയാണ്. വെളിപാട് പുസ്തകത്തിൻ്റെ 4-ാമത്തെ അധ്യായത്തിൽ 8-ാമത്തെ തിരുവചനത്തിൽ നമ്മൾ കാണും സ്വർഗത്തിൻ്റെ ദർശനത്തെക്കുറിച്ച് അവിടെ പറഞ്ഞു വെക്കുന്നുണ്ട്. സ്വർഗത്തിൻ്റെ ദർശനം, അവിടെ 4 ജീവികളെക്കുറിച്ച് പറഞ്ഞു. രാപകൽ സ്വർഗത്തിലെ ദർശനത്തിൽ 4 ജീവികൾ ഇടപെടാതെ ഉദ്ഘോഷിക്കുന്നു. എന്ത്? ആയിരുന്നവനും ആയിരിക്കുന്നവനും വരാനിരിക്കുന്നവനും സർവശക്തനുമായ ദൈവം പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ. ഇങ്ങനെ ഗാനമുണ്ടല്ലോ, ആയിരുന്നോനും ആയിരിക്കുന്നോനും വരുവാനിരിപ്പോനും സർവശക്തനും നിത്യനുമായ ദൈവ കുഞ്ഞാടേ, നീ മാത്രം പരിശുദ്ധൻ, പരിശുദ്ധൻ. പ്രിയമുള്ളവരെ, അതുകൊണ്ട് സ്വർഗത്തിൽ സ്വർഗത്തിലെത്തുന്നവരെല്ലാം ചെയ്യുന്നത് എന്താ? സ്വർഗീയ ദൂതരോട് ചേർന്ന് സദാ പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ എന്ന് ഉദ്ഘോഷിച്ചുകൊണ്ടിരിക്കുക. സ്വർഗത്തിൻ്റെ ഒരു ഭാഷയാണ്. സ്വർഗത്തിൽ 3-4 നമുക്കറിയാം, വിശുദ്ധ ഗ്രന്ഥത്തിലൂടെ, വിശുദ്ധ കുർബാനകളിലൂടെ, 3 റീത്തുകളിലുള്ള വിശുദ്ധ കുർബാനകളിലൂടെ നമുക്ക് സ്വർഗത്തിൻ്റെ ഭാഷ ഏതാനും വാക്കുകളിലൂടെ പങ്കുവച്ചും പകുത്തും തരുന്നുണ്ട്. നമുക്കറിയാം, അതായത് ഒരു 7 വാക്കുകളാണ് യഥാർത്ഥത്തിൽ സ്വർഗത്തിൻ്റെ ഭാഷയായിട്ട് വിശുദ്ധ ഗ്രന്ഥം നമ്മളെ പഠിപ്പിക്കുന്നത്. അതിതാണ്: ദൈവസ്തുതി, 2 ദൈവാരാധന, 3 ദൈവത്തിന് മഹത്വം, 4 ദൈവത്തിന് സ്തോത്രം, 5 ഹല്ലേലൂയ, 6 ഓശാന, 7 പരിശുദ്ധൻ. ഈ 7 വാക്കുകളാണ് സ്വർഗത്തിൻ്റെ ഭാഷ. ഭൂമിയിൽ പരിശീലിക്കാനായിട്ട് വിശുദ്ധ ഗ്രന്ഥത്തിലൂടെ പിതാവ് നമുക്ക് തന്നിരിക്കുന്നത് ഭാഷ എന്ന് പറയുന്ന ഈ വാക്കുകളാണ്. ഈ വാക്കുകളിലൂടെ നമുക്ക് സ്വർഗത്തിൻ്റെ ഭാഷ ഇവിടെ തന്നെ പരിശീലിക്കാവുന്ന കാര്യങ്ങളാണ്. പലപ്പോഴും പ്രിയമുള്ളവരെ, നമ്മൾ ഈ ഭാഷ, ഈ വാക്കുകൾ, അതാണ് ഭാഷ, സ്വർഗത്തിൻ്റെ ഭാഷ, ഇത് നമ്മൾ പരിശീലിക്കുന്നത് പലപ്പോഴും ധ്യാന കേന്ദ്രങ്ങളിലും ശുശ്രൂഷാ നിമിഷങ്ങളിലും മാത്രമേ ഉള്ളൂ എന്നുള്ളൊരു ദാരുണമായ അവസ്ഥയുണ്ട്. മറിച്ചാണ് യഥാർത്ഥത്തിൽ സംഭവിക്കേണ്ടത്. നിരന്തരം നമ്മളുടെ പ്രാർത്ഥനാ വേളകളിലെല്ലാം വ്യക്തിപരവും സമൂഹപരവും കുടുംബപരവുമായിട്ടുള്ള എല്ലാ പ്രാർത്ഥനാ വേളകളിലും നമ്മൾ ഈ സ്വർഗത്തിൻ്റെ ഭാഷ പരിശീലിക്കേണ്ടതുണ്ട് ഈ ഭൂമിയിലായിരിക്കുമ്പോൾ തന്നെ. കാരണം എങ്കിൽ മാത്രമേ നമുക്ക് മുകളിലെത്തുമ്പോൾ അത് സുഗമമായിട്ട് ഉപയോഗിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ് പ്രിയമുള്ളവരെ. അതുകൊണ്ട് സദാ സ്വർഗത്തിലെ ഭാഷ ഉപയോഗിക്കുന്നത് ആയിരുന്നവനും ആയിരിക്കുന്നവനും വരാനിരിക്കുന്നതുമായ സർവശക്തനുമായ ദൈവം പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ എന്ന് മാലാഖമാർ സദാ ഉദ്ഘോഷിച്ചുകൊണ്ടിരിക്കുന്നു. നമുക്കറിയാം, ഈശോ പറഞ്ഞു, സ്വർഗത്തിൽ എത്തുന്ന മനുഷ്യരുടെ അവസ്ഥ, അവർ ദൈവദൂതന്മാരെ പോലെ ആയിരിക്കും എന്നാണ്. അവിടെ വിവാഹം ചെയ്യുകയോ ചെയ്തു കൊടുക്കുകയോ ഒന്നുമില്ല. അവിടെ എല്ലാവരും ദൈവത്തിൻ്റെ ദൂതന്മാരെ പോലെ ആയിരിക്കും എന്നാണ് ഈശോ നമുക്ക് പഠിപ്പിച്ചു തന്നത്. അപ്പോൾ ഞാൻ ഇവിടുന്ന് ഭൂമിയിൽ മരിച്ച് സ്വർഗത്തിൽ എൻ്റെ ആത്മാവെത്തിക്കഴിഞ്ഞാൽ ഞാൻ ദൂതന്മാരെ പോലെയാണ്. അപ്പോൾ ദൂതരോട് ചേർന്ന് ദൈവത്തെ സദാ സ്തുതിക്കണമെങ്കിൽ ഇവിടുന്ന് ഞാൻ പരിശീലിച്ചു പോയാൽ മാത്രമേ സാധിക്കുകയുള്ളൂ എന്നാണ് തിരുവചനം നമ്മളെ പഠിപ്പിക്കുന്നത്. വീണ്ടും പ്രിയപ്പെട്ടവരെ, വെളിപാട് പുസ്തകത്തിൽ 19-ാമത്തെ അധ്യായത്തിൽ 1-ാമത്തെ തിരുവചനം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. സ്വർഗത്തിലൊരു വിജയഗീതത്തെക്കുറിച്ച് അവിടെ പറഞ്ഞിരിക്കുന്നു. സ്വർഗത്തിലെ വിജയഗീതം. സ്വർഗത്തിലെ വിജയത്തിൻ്റെ പ്രത്യേകതയാണ്, സ്വർഗത്തിൽ വലിയൊരു ജനക്കൂട്ടത്തിൻ്റേതുപോലെയുള്ളൊരു സ്വരം ഞാൻ കേട്ടു. വെളിപാട് പുസ്തകം എഴുതിയ യോഹന്നാൻ ശ്ലീഹ പറഞ്ഞു വെച്ചിരിക്കുകയാണ്, സ്വർഗത്തിൽ വലിയ ജനക്കൂട്ടത്തിൻ്റേതുപോലെയുള്ളൊരു സ്വരം ഞാൻ കേട്ടു. എങ്ങനെയാണ് സ്വർഗത്തിൽ ജനക്കൂട്ടത്തിൻ്റെ സ്വരം വരിക? സ്വർഗത്തിലെ ജനക്കൂട്ടത്തിൻ്റെ സ്വരം എന്ന് പറഞ്ഞാൽ ഇതാണ്: ഭൂമിയിൽ ജീവിച്ച് മരിച്ച് ഉയർത്തുപോയ മനുഷ്യാത്മാക്കളാണ്.
അതുകൊണ്ടാണ് സ്വർഗത്തിലെ വലിയ ജനക്കൂട്ടത്തിൻ്റെ സ്വരം എന്ന് പറയുന്നത്. അപ്പോൾ മനുഷ്യ ആത്മാക്കളാണ്. അപ്പോൾ അവിടെ എന്താണ്, ദൂതന്മാരെ പോലെ ആയിരിക്കും ഇവിടെയുള്ള മനുഷ്യരെന്നാണ് ഈശോ പഠിപ്പിച്ചത്. അപ്പോൾ അങ്ങനെ ദൂതന്മാരോട് ചേർന്ന് നിൽക്കുന്ന മനുഷ്യ ആത്മാക്കളാണ്, മനുഷ്യരല്ല, മനുഷ്യരുടെ ആത്മാക്കളാണല്ലോ മരിച്ചു കഴിയുമ്പോൾ പിന്നെ സ്വർഗത്തിലേക്ക് പോവുക. അപ്പം മനുഷ്യ ആത്മാക്കൾ സ്വർഗീയ ദൂതരോട് ചേർന്ന് ശക്തമായ സ്വരം ഞാൻ കേട്ടു എന്ന് തിരുവചനം പറയുന്നത്. ഒരു വലിയ ജനക്കൂട്ടത്തിൻ്റേതുപോലുള്ള ശക്തമായ സ്വരം ഞാൻ കേട്ടു. എന്താണ്? ഹല്ലേലൂയ. മുമ്പ് പറഞ്ഞെന്താ? പരിശുദ്ധൻ. ഇപ്പോൾ ഇതാ ഹല്ലേലൂയ അടുത്തതാണ്. അപ്പോൾ അവിടെ ഹല്ലേലൂയ നിരന്തരം പാടിക്കൊണ്ടിരിക്കുകയാണ് സ്വർഗീയ ദൂതരോട് ചേർന്ന് മനുഷ്യ ആത്മാക്കൾ. ഭൂമിയിൽ മരിച്ച് സ്വർഗത്തിലെത്തിയ മനുഷ്യ ആത്മാക്കൾ അവിടെ ദൂതന്മാരോടൊപ്പം ദൈവത്തിന് ഹല്ലേലൂയ പാടിക്കൊണ്ടിരിക്കുകയാണ്. പ്രിയമുള്ളവരെ, അതുകൊണ്ടല്ലേ ആ ഹല്ലേലൂയയുടെ മറ്റൊരു ഭാഗമായിട്ട് നമ്മൾ വിശുദ്ധ കുർബാനയിൽ 3 നമ്മളുടെ റീത്തുകളിൽ, ലത്തീൻ റീത്തിലും സീറോ മലങ്കര റീത്തിലും സീറോ മലബാർ റീത്തിലും ഉള്ള പരിശുദ്ധ കുർബാനയിലും പ്രാർത്ഥനകളിലും ഒരുപാട് പ്രാവശ്യം ഹല്ലേലൂയ എന്നൊരു സ്വർഗത്തിൻ്റെ പദമാണ്, സ്വർഗത്തിൻ്റെ ഭാഷയാണ് നമ്മൾ ഉപയോഗിക്കാറുണ്ട്. അതുപോലെ ഓശാന ഗീതം നമ്മൾ 3 വിശുദ്ധ റീത്തുകളിലെയും വിശുദ്ധ കുർബാനയിൽ ആലപിക്കുന്നുണ്ട്. ഈ 3 വിശുദ്ധ റീത്തുകളിലെയും വിശുദ്ധ കുർബാനയിലെ ഓശാന ഗീതം ആലപിക്കുമ്പോൾ അതിൻ്റെ അകത്ത് പരിശുദ്ധൻ പരിശുദ്ധൻ ഘോഷിക്കുന്നുണ്ട്. അപ്പോൾ സീറോ മലബാർ വിശുദ്ധ കുർബാനയിലാണെങ്കിൽ അതിന് തൊട്ട് മുമ്പുള്ള ഓശാന ഗീതത്തിന് തൊട്ട് മുമ്പുള്ള പ്രാർത്ഥനയിൽ ഇങ്ങനെ വൈദികൻ പ്രാർത്ഥിക്കുന്നു: സ്വർഗവാസികളുടെ 1000ങ്ങളും മാലാഖമാരുടെ 10,000ങ്ങളും മഹോന്നതനായ അങ്ങയെ കുമ്പിട്ട് ആരാധിക്കുന്നു എന്ന് ഇവിടുത്തെ സ്വർഗത്തിലെ കാര്യമാണ്. മഹോന്നതനായ അങ്ങയെ കുമ്പിട്ട് ആരാധിക്കുന്നു എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുന്നുണ്ട്. പിന്നെന്താണ്? അഗ്നിമാന്മാരും അരൂപികളുമായ സ്വർഗീയ സൈന്യങ്ങൾ അങ്ങയുടെ നാമം പ്രകീർത്തിക്കുന്നു. പരിശുദ്ധരും അരൂപികളുമായ ക്രോവന്മാരോടും ശ്രാപ്പന്മാരോടും ചേർന്ന് നാഥനായ അങ്ങേക്ക് അവർ ആരാധന സമർപ്പിക്കുന്നു. ഉണ്ടോ? 3ാമത്തെ വാക്ക് ആരാധന. അവിടെ നിരന്തരം ആരാധന, സ്തുതി, സ്തോത്രം, മഹത്വം, ഹല്ലേലൂയ, ഓശാന, ഇതൊക്കെയാണ് അവിടെ ഇവിടുന്ന് മരിച്ച് ഉയർത്തുപോയ മനുഷ്യാത്മാക്കൾ ദൂതന്മാരോടൊപ്പം ദൈവത്തെ സ്തുതിക്കുന്നത്. അങ്ങനെയാണ് ദൈവാരാധന കൊടുക്കുന്നത്. എങ്ങനെയാണ്? ഈ 7 വാക്കുകളാണ്. അങ്ങനെ ദൈവത്തിന് സദാ ആരാധനയും സ്തുതിയും മഹത്വം കൊടുക്കുക. ഇതാണ് സ്വർഗീയ ഭാഷ, സ്വർഗത്തിൻ്റെ ഭാഷ. പ്രിയമുള്ളവരെ, അതുകൊണ്ട് സ്വർഗത്തിൻ്റെ ഭാഷ നമ്മൾ ഇവിടുന്ന് പരിശീലിച്ച് പോയാൽ മാത്രമേ അവിടെ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. ഇല്ലെങ്കിൽ നമ്മുടെ ഇവിടുന്ന് പരിശീലിച്ച് പോകുന്നില്ലെങ്കിൽ അവിടെ വെച്ചുകൊണ്ടിരിക്കാൻ മാത്രമേ പറ്റത്തുള്ളൂ, ഉപയോഗിക്കാൻ പറ്റില്ല എന്നുള്ളതാണ് അതിൻ്റെ വശം. അതുകൊണ്ടാണ് നമ്മുടെ ശുശ്രൂഷാ കേന്ദ്രങ്ങളിൽ, ധ്യാന കേന്ദ്രങ്ങളിൽ ഒക്കെ ഇതിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത്. നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടതാണ്. അറിയാവുന്ന അറിയില്ല എങ്കിലും മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യമാണ്. എന്തുകൊണ്ട് ഒരുപാട് പ്രാവശ്യം ഹല്ലേലൂയ, സ്തുതി, ആരാധന, സ്തോത്രം, മഹത്വം, ഓശാന, ഇതെല്ലാം നമ്മൾ ധ്യാന കേന്ദ്രങ്ങളിൽ നിരന്തരം ആലപിക്കുന്നു, അല്ലെങ്കിൽ ഉദ്ഘോഷിക്കുന്നു, പ്രാർത്ഥിക്കുന്നതിൻ്റെ അർത്ഥം ഇതാണ്. എന്തിനാ ഇതെന്ന് ചിലരൊക്കെ ചോദിച്ചിട്ടുണ്ട്. അതും ഓർമ്മയിലുണ്ട്. എന്തിനാ എപ്പോഴും ഹല്ലേലൂയ 100 പ്രാവശ്യം അല്ലല്ലോ അതിലേറെ ഹല്ലേലൂയ ഇങ്ങനെ പറയുന്നത്? എന്തിൻ്റെ ആവശ്യമാണ്? എന്തിൻ്റെ സൂക്കേടാണെന്നൊക്കെ ചോദിച്ചിട്ടുള്ളവരൊക്കെ ഉണ്ട്. വികടമായ ചിന്തകളുള്ളവർ ചോദിച്ചതൊക്കെ ഓർക്കുകയാണ്. പ്രിയമുള്ളവർ, അതിതാണ് സ്വർഗത്തിൻ്റെ ഭാഷാ പരിശീലന വേദിയാണ്. സ്വർഗത്തിൻ്റെ ഭാഷ പരിശീലിക്കുന്ന അവസരമാണ്. അതുകൊണ്ട് നമ്മളിത് ഇവിടുന്നേ പരിശീലിച്ച് പോയാൽ അവിടെ ബുദ്ധിമുട്ടേണ്ട കാര്യമില്ല. അല്ലെങ്കിൽ തമ്മിൽ പറയുന്നത് മനസ്സിലാകാതിരിക്കുന്ന അവസ്ഥയുണ്ടാവും. പണ്ടൊരിക്കൽ ബാബേൽ ഗോപുരത്തിൻ്റെ അവസ്ഥയെക്കുറിച്ച് ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ അധ്യായങ്ങൾ നമ്മൾ കാണുന്നുണ്ടല്ലോ. അവരുടെ ഭാഷ ചിതറിച്ചു. ദൈവം ചിതറിച്ചു കഴിഞ്ഞപ്പോൾ സംഭവിച്ചാൽ തമ്മിൽ പറയുന്നത് മനസ്സിലാക്കാൻ പറ്റാതെ പോയി. അതോടുകൂടി മൊത്തം ചിതറി, ദേശത്തുനിന്ന് ജനം ചിതറി, ഭാഷ ഭിന്നിച്ചതോടുകൂടി ജനം അവരുടെ ഉദ്യമത്തിൽ നിന്നും പരാജയപ്പെട്ട് പിൻവാങ്ങുകയാണ്. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് എന്താ ചെയ്യേണ്ടത്? ഭാഷ നന്നായിട്ടില്ലെങ്കിൽ, ചൊവ്വാകുന്നില്ലെങ്കിൽ, നന്നായി ഉപയോഗിക്കാൻ പരിശീലിക്കുന്നില്ലെങ്കിൽ അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഒന്നും മനസ്സിലാകാൻ പറ്റില്ല. അവിടെ ദൈവത്തെ സ്തുതിക്കാൻ പറ്റില്ല, ആരാധിക്കാൻ പറ്റില്ല, മഹത്വപ്പെടുത്താൻ പറ്റില്ല. ഇനി അവിടെ എത്തിയാൽ അതാണ് അതിൻ്റെ മറ്റൊരു കണ്ടീഷൻ കിടക്കുന്നത്. പ്രിയമുള്ളവരെ, അതുകൊണ്ട് സ്വർഗത്തിലെ വിജയഗീതം, സ്വർഗദർശനം, ഇത് യോഹന്നാൻ ലഭിച്ച സ്വർഗദർശനത്തിലും വിജയഗീതത്തിലും നമുക്ക് മനസ്സിലാക്കി തരുന്ന കാര്യമാണ്. സ്വർഗത്തിൻ്റെ ഭാഷ ഭൂമിയിൽ പരിശീലിച്ച് സിദ്ധിച്ച് വേണം ഇവിടുന്ന് മുകളിലേക്ക് പോകാനുള്ള കാര്യം. അതുകൊണ്ട് പ്രിയമുള്ളവർ, യാതൊരു വിട്ടുവീഴ്ചയും ചെയ്യാതെ നമ്മൾ പരിശീലിക്കണം. പ്രത്യേകിച്ച് നമ്മുടെ സന്ധ്യാപ്രാർത്ഥന സമയത്തൊക്കെ ഒരു 1/2 മിനിറ്റെങ്കിലും അച്ഛൻ ഒന്ന് ഉദ്ബോധിപ്പിക്കുകയാണ്. ഇല്ലെങ്കിൽ 1/2 മിനിറ്റെങ്കിലും ദൈവസ്തുതി ഒന്ന് സൂക്ഷിക്കാനായിട്ട് സാധിച്ചാൽ നല്ലതാണ്. നമ്മുടെ സന്ധ്യാപ്രാർത്ഥന വേളകളെക്കുറിച്ചൊക്കെ നമ്മൾ ഓർക്കുന്നത് നല്ലതാണ്. എത്ര സ്തുതി നമ്മളവിടെ പറയാറുണ്ട്. എങ്ങാനും വിശുദ്ധ ഗ്രന്ഥം വായിച്ചു കഴിഞ്ഞാൽ അതിൽ സ്തുതി കൂട്ടിയുള്ള ഭാഗം വായിച്ചു കഴിഞ്ഞാൽ അത് മാത്രമേ ഉണ്ടാവുള്ളൂ പലപ്പോഴും. എന്നാൽ സ്തുതിക്കുന്ന കുടുംബങ്ങളുണ്ട് പ്രിയമുള്ളവരറിയാം. 15 മിനിറ്റ് സ്തുതിക്കുന്ന കുടുംബങ്ങളുണ്ട് സന്ധ്യാപ്രാർത്ഥന വേളയിൽ. അതൊക്കെ അറിയാം. 2-3 കുടുംബങ്ങളെ ഞാൻ അവരുടെ സന്ധ്യാപ്രാർത്ഥനകളിൽ പോയിട്ടുള്ള സന്ദർഭത്തിൽ അനുഭവിച്ചറിയാൻ പറ്റിയിട്ടുള്ളുണ്ട്. എന്നാൽ 5 സെക്കൻഡ് പോലും സ്തുതിക്കാത്ത കുടുംബങ്ങളും ഉണ്ട് എന്നുള്ളത് മറ്റൊരു യാഥാർത്ഥ്യമാണ്. പ്രിയമുള്ളവർ, അതുകൊണ്ട് അച്ഛൻ ഒരു നിർദ്ദേശം വയ്ക്കുകയാണ്. നിങ്ങളുടെ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ഡിവൈൻ വോയിസ് ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന എല്ലാവരോടും അച്ഛനൊരു നിർദ്ദേശം വയ്ക്കാനായിട്ടുള്ളത് അതിതാണ്. ഒരു 1/2 മിനിറ്റെങ്കിലും നമ്മുടെ സന്ധ്യാപ്രാർത്ഥന വേളയിൽ
ഒരു അരമിനിറ്റെങ്കിലും നമുക്ക് ദൈവത്തെ സ്തുതിക്കാനായിട്ട് സ്വർഗവാസികളോടും ഭൂവാസികളോടും ചേർന്ന് സ്വർഗത്തിലെ വിജയഗീതം പോലെ ക്രോവന്മാരും ശ്രാപ്പന്മാരും മുഖ്യദൂതന്മാരും എല്ലാം ദൈവത്തെ ഒന്ന് ചേർന്ന് പാടിപ്പുഴ്ത്തുകയും മഹത്വം കൊടുത്ത് സ്തുതിക്കുകയും ചെയ്യുന്നത് പോലെ നമുക്കും അരമിനിറ്റെങ്കിലും ഒന്ന് നമുക്ക് സ്തുതിക്കാനായിട്ട് പറ്റിയാൽ എത്രയോ ഭാഗ്യമാണ്. നമ്മൾ സ്വർഗത്തിൻ്റെ ഭാഷഭൂമിയിൽ പരിശീലിക്കുകയാണ് ഇവിടെ ചെയ്യുക എന്നുള്ള കാര്യം മറക്കരുത്. അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ നമുക്ക് സുഗമമായി ഉപയോഗിക്കാനായിട്ട് പറ്റും എന്നതിൻ്റെ ഒരു സൂചന കൂടിയാണ് ഇത് നമുക്ക് നൽകുന്നത്. വീണ്ടും വെളിപാട് പുസ്തകത്തിൽ 19-ാമത്തെ അധ്യായത്തിൽ 4-ാമത്തെ തിരുവചനത്തിൽ നമ്മൾ കാണുന്നുണ്ട് 24 ശ്രേഷ്ഠന്മാരും 4 ജീവികളും ഒന്ന് ചേർന്ന് ആമേൻ ഹല്ലേലൂയ എന്ന് പറഞ്ഞ് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നതിനെക്കുറിച്ച് പങ്കുവയ്ക്കുന്നുണ്ട്. ഈ 24 ശ്രേഷ്ഠന്മാരെന്ന് പറഞ്ഞാൽ എന്താണ്? 24 എന്ന് പറഞ്ഞാൽ അതിനെ ഡിവൈഡ് ചെയ്യണം. 12 ഗോത്രങ്ങൾ ദൈവം അബ്രാഹത്തിലൂടെ കൊണ്ടുവന്ന അബ്രാഹം, ഇസഹാക്ക്, യാക്കോബിൻ്റെ 12 പുത്രന്മാർ അവരാണ് 24 ശ്രേഷ്ഠന്മാരിൽ 12 എന്ന് പറയുന്നത് ഈ 12ആണ്. അതായത് 12 ഗോത്രങ്ങളെ ആണല്ലോ 12 മക്കളെയാണല്ലോ 12 ഗോത്രങ്ങളായിട്ട് ഇസ്രായേലിൽ ദൈവം തിരിക്കുന്നത്. അപ്പോൾ ഇതാണ് 24-ൽ 12 എന്ന് പറയുന്നത് ഈ 12ആണ്. ഏത്? യാക്കോബിൻ്റെ 12 പുത്രന്മാർ. അപ്പോൾ അതിൽ 12 ബാക്കി 12 എന്താണ്? അത് പഴയ നിയമത്തിൽ. ഈ ബാക്കി 12 എന്ന് പറഞ്ഞാൽ ഈശോയുടെ 12 ശിഷ്യന്മാരാണ്. അപ്പോൾ പഴയ നിയമത്തിലെ യാക്കോബിൻ്റെ 12 പുത്രന്മാർ എന്ന് പറഞ്ഞാൽ 12 ഗോത്രങ്ങളും ദൈവത്തെ അവിടെ സ്തുതിക്കുന്നതിനെക്കുറിച്ചാണ് പറഞ്ഞു വയ്ക്കുന്നത്. ഇനി പുതിയ നിയമത്തിലെ 12 ശിഷ്യന്മാർ, അവരിലൂടെയാണല്ലോ സഭ കർത്താവ് പടുത്തുയർത്തിയത്. അപ്പോൾ ഹോൾ സഭ മുഴുവനും 12 ശിഷ്യന്മാർ സഭ മുഴുവനും ആഗോള സഭ ഒന്ന് ചേർന്ന് സ്തുതിക്കുന്നതിനെക്കുറിച്ചാണ് പറയുന്നത്. അതാണ് 24 ശ്രേഷ്ഠൻ, 12 പഴയ നിയമത്തിൽ, 12 പുതിയ നിയമത്തിൽ. അങ്ങനെ 24 ശ്രേഷ്ഠന്മാർ ദൈവത്തെ അവിടെ സ്തുതിക്കുന്നതിനെക്കുറിച്ച്, സ്വർഗത്തിൽ സ്തുതിക്കുന്നതിനെക്കുറിച്ചാണ് ഇവിടെ പങ്കുവയ്ക്കുന്നത്. 19-ാമത്തെ അധ്യായം വെളിപാട് പുസ്തകം 4 മുതലുള്ള തിരുവചനങ്ങൾ പങ്കുവയ്ക്കുന്നതാണ്. ഇനി അവിടെ 4 ജീവികളെക്കുറിച്ച് പറയുന്നുണ്ട്. ഈ 4 ജീവികൾ എന്താ? നമുക്കറിയാം, വിശുദ്ധ ഗ്രന്ഥത്തെക്കുറിച്ച് കുട്ടികൾ വേദപാഠ ക്ലാസ്സുകളിൽ പഠിക്കുമ്പോൾ അധ്യാപകർ പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട് 4 ജീവികളെക്കുറിച്ച്. അതെന്താ? 4 സുവിശേഷകന്മാരെക്കുറിച്ചാണ്, 4 സുവിശേഷങ്ങളെക്കുറിച്ചാണ്. അപ്പോൾ ഈ 4 സുവിശേഷം കൂടെ ചേർന്നാണ് എന്നുള്ളതാണ് അവിടെ പങ്കുവയ്ക്കുക. അതാണ് 4 ജീവികൾ. വിശുദ്ധ ഗ്രന്ഥം മുഴുവൻ ദൈവത്തെ സ്തുതിക്കുകയാണ് ചെയ്യുന്നതെന്നുള്ളതാണ് പങ്കുവയ്ക്കുന്നത്. അവിടെ എന്താ? സിംഹാസനസ്ഥനായ ദൈവത്തെ അവിടെ ഇതെല്ലാം കൂടി ചേർന്ന് 24 ശ്രേഷ്ഠന്മാരും വിശുദ്ധ ഗ്രന്ഥം, പഴയ നിയമം, പുതിയ നിയമം പ്ലസ് സുവിശേഷങ്ങൾ എല്ലാം ചേർന്ന് ദൈവത്തെ സ്തുതിക്കുന്ന, മഹത്വപ്പെടുന്ന ഒരു അവസ്ഥ. പ്രിയമുള്ളവരെ, അതുകൊണ്ട് ഇതിപ്പോൾ എല്ലാം പങ്കുവെച്ച് വരുന്നതാണ് നമ്മളും. അന്ന് പഴയ നിയമവും പുതിയ നിയമവും വിശുദ്ധ സുവിശേഷങ്ങളും വായിക്കുന്ന, അറിയുന്ന, മനസ്സിലാക്കുന്ന, പഠിക്കുന്ന, മനനം ചെയ്യുന്ന ഈ ഞാനും അല്ലെങ്കിൽ നമ്മൾ ഓരോരുത്തരും ചേർന്ന് ദൈവത്തെ ഇതുപോലെ സ്തുതിക്കണം, മഹത്വപ്പെടുത്തണമെന്നാണ്. ഇത് ദൈവപിതാവ് ആഗ്രഹിക്കുന്ന കാര്യമാണ്. സ്വർഗത്തിൽ എല്ലാവരും എത്തിച്ചേർന്ന്, ആത്മാക്കളെല്ലാം എത്തിച്ചേർന്ന് ഒന്നിച്ച് ദൈവാരാധന നടത്തുന്ന സമയം, ദൈവത്തിന് മഹത്വം കൊടുക്കുന്ന സമയം, ഇത് ദൈവം നമ്മിൽ നിന്നും പ്രതീക്ഷിക്കുന്നൊരു കാര്യമാണ്. അതുകൊണ്ട് സ്വർഗത്തിൻ്റെ ഭാഷ, പ്രിയമുള്ളവരെ, നമുക്ക് ഇവിടുന്ന് പരിശീലിക്കാനായിട്ട് സാധിക്കുക എന്നുള്ളതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഇപ്പോൾ തന്നെ നമ്മൾ തുടങ്ങേണ്ടതാണ്. പലരും അത് വിചാരിക്കുന്നത് എന്താ? വയ്യാതെ കിടക്കുമ്പോൾ, കട്ടിലിൽ കിടക്കുമ്പോൾ തുടങ്ങാമെന്നാണ് വിചാരിക്കുന്നത്. വയ്യാതെ കിടന്നു കഴിഞ്ഞാൽ പിന്നെ പ്രാർത്ഥന പോലും നടക്കില്ല, ദൈവമേ ഒന്ന് വിളി പോലും പലപ്പോഴും നടക്കില്ല. അപ്പോൾ പിന്നെ അവസാന നിമിഷങ്ങളിൽ അല്ലെങ്കിൽ വയ്യാതെ കിടക്കുമ്പോൾ പ്രാർത്ഥിക്കാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ, റെസ്റ്റ് എടുക്കുമ്പോൾ പ്രാർത്ഥിക്കാമെന്ന് വിചാരിച്ചാൽ ഒരിക്കലും നടക്കാവുന്ന കാര്യമേ അല്ല. പലരും അങ്ങനെ പങ്കുവെച്ചതുപോലും ഓർക്കുകയാണ്. ഇപ്പോൾ ഓടി നടക്കുന്ന, ജോലി ചെയ്യേണ്ട കാലമല്ലേ, അധ്വാനിക്കാൻ പറ്റുന്ന അവസരമല്ലേ, ആരോഗ്യമുള്ള സമയമല്ലേ, ഇത്തിരി ആരോഗ്യമൊക്കെ ഇല്ലാതെ റെസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഇത്തിരി കൂടുതൽ പ്രാർത്ഥിക്കാൻ വെച്ചാൽ എന്ന് പങ്കുവെച്ച് ചില മഹാത്മാക്കളെയൊക്കെ അറിയാം. പ്രിയമുള്ളവരെ, വയ്യാതായി കഴിഞ്ഞാൽ ഒരു പ്രാർത്ഥന നടക്കില്ല. ശരിക്കും ആത്മാർത്ഥമായും സത്യസന്ധമായും ഒരു പ്രാർത്ഥന നടക്കില്ല. അത് ആവുന്ന സമയത്ത് ഇതിനോടൊപ്പം നമ്മൾ യാത്ര ചെയ്യുന്നതോടൊപ്പം, ജോലി ചെയ്യുന്നതോടൊപ്പം, അധ്വാനിക്കുന്നതിനോടൊപ്പം, പഠിക്കുന്നതോടൊപ്പം നമ്മളുടെ പ്രാർത്ഥന കൂട്ടണം. അതിപ്പോൾ ദൈവസ്തുതിയും ആ കൂട്ടത്തിൽ ചേർക്കുക എന്നുള്ളതല്ലാതെ വേറെ പോകാൻ വഴിയില്ല. അപ്പോൾ ഇത് ഒന്നിച്ചു കൊണ്ടുപോകേണ്ടതാണ്, ഇതെല്ലാം ചേർന്ന് പോകേണ്ടതാണ്. അപ്പോൾ അല്ലാതെ മാറ്റിവെച്ചിട്ട് പിന്നീട് ചെയ്യാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ ഇല്ലാത്തത് പിന്നീട് കൂട്ടിച്ചേർക്കാനൊന്നും പറ്റത്തില്ല. പ്രിയമുള്ളവരെ, അതുകൊണ്ട് ശ്രദ്ധിക്കണം. നമുക്കറിയാം, വിശുദ്ധ ഗ്രന്ഥത്തിലൂടെ കടന്നു പോകുമ്പോൾ ഒരുപാട് അധ്യായങ്ങൾ തന്നെ ഈ സ്തുതിയെക്കുറിച്ചും കീർത്തനത്തെക്കുറിച്ചും ആരാധനയെക്കുറിച്ചും ദൈവത്തിന് കൊടുക്കുന്ന മഹത്വത്തെക്കുറിച്ചും ഒക്കെ പറഞ്ഞു വയ്ക്കുന്നുണ്ട്. പരിശുദ്ധൻ ഉദ്ഘോഷിക്കുന്നതിനെക്കുറിച്ചും ഹല്ലേലൂയ പാടുന്നതിനെക്കുറിച്ചുമൊക്കെ ഒരുപാട് സ്ഥലങ്ങളിൽ പങ്കുവയ്ക്കുന്നത്. അച്ഛന് ഏതാനും ചില ഉദാഹരണങ്ങൾ മാത്രം പറയാം. നമുക്കറിയാം, ദിനവൃത്താന്തങ്ങളുടെ 1-ാം പുസ്തകത്തിൽ 15-ാമത്തെ അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട് മോശയുടെ കീർത്തനത്തെക്കുറിച്ച്. നമുക്കറിയാം, മോശയാണല്ലോ ഇസ്രായേൽ ജനത്തെ ഈജിപ്തിൻ്റെ അടിമത്തിൽ നിന്ന് കൊണ്ടുവന്ന ആദ്യത്തെ രക്ഷകനായിട്ട് അവതരിച്ചത് മോശയാണല്ലോ അവതരിപ്പിച്ചിരിക്കുന്നത് ദൈവം. അപ്പോൾ ഈ മോശ
താൻ ചെയ്ത പ്രവൃത്തികളുടെ മധ്യത്തിൽ ദൈവം വിജയം തന്നതിന് നന്ദി പറഞ്ഞുകൊണ്ട് ഒരു കീർത്തനം പാടുന്നുണ്ട്. അതിതാണ് ദിനവൃത്താന്തങ്ങളുടെ 1-ാം പുസ്തകത്തിൽ 15-ാമത്തെ അധ്യായം എടുത്ത് വായിച്ചു നോക്കിക്കൊള്ളുക. അവിടെ മോശയുടെ കീർത്തനം എന്ന് പറഞ്ഞൊരു പോർഷൻ തന്നെ കിടപ്പുണ്ട്. ഇതാണ് ദൈവത്തെ സ്തുതിക്കുന്ന മോശയുടെ ചിത്രം. പ്രഭാഷകരുടെ പുസ്തകം 5-ാമത്തെ അധ്യായത്തിൽ 1 മുതലുള്ള വാചനങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ കൃതജ്ഞതാഗീതം അവിടെ കിടപ്പുണ്ട്. കൃതജ്ഞതാഗീതം മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ കാണും. നിയമാവർത്തന പുസ്തകം 32-ാമത്തെ അധ്യായത്തിൽ വീണ്ടും മോശ കീർത്തനം ആലപിക്കുന്നുണ്ട്. തൻ്റെ ജീവിതത്തിലൂടെ ദൈവം ചെയ്ത പ്രവർത്തികൾ, ദൈവം ചെയ്ത അത്ഭുതകരവും അനുഭവവേദ്യവുമായിട്ടുള്ള പ്രവർത്തികളെല്ലാം മുന്നിൽ കണ്ടുകൊണ്ട് ദൈവത്തെ സ്തുതിക്കുന്ന മോശയുടെ ചിത്രം. അതാണ് മോശയുടെ കീർത്തനത്തിൽ അവിടെ കൊടുത്തിട്ടുണ്ട്. വീണ്ടും ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ 5-ാമത്തെ അധ്യായത്തിൽ, മുമ്പത്തത് നിയമാവർത്തന പുസ്തകം 32-ാമത്തെ അധ്യായത്തിൽ, അടുത്തത് ന്യായാധിപന്മാരുടെ പുസ്തകം 5-ാമത്തെ അധ്യായത്തിൽ ദെബോറയുടെ ഒരു കീർത്തനത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. മനോഹരമായൊരു കീർത്തനമാണ്. ദാനിയേൽ പ്രവാചകൻ്റെ 3 അധ്യായം 3, അധ്യായം 6, അതിൻ്റെ അത് 3 ബാലന്മാരുടെ കീർത്തനമുണ്ട്, ദാനിയേൽ പ്രവാചകൻ്റെ കീർത്തനമുണ്ട്. പിന്നെ മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ കാണും അപ്പസ്തോല പ്രവർത്തനം 7-ാമത്തെ അധ്യായം സ്തേഫാനോസ് ഇതുപോലെ സ്തുതി സൂക്ഷിക്കുന്ന ഒരു സ്തേഫാനോസിനെ നമ്മളിവിടെ കാണും. അപ്പസ്തോല പ്രവർത്തനങ്ങൾ 12-ാമത്തെ അധ്യായത്തിൽ നമ്മൾ കാണും തടവറയിൽ 12-16 അധ്യായങ്ങൾ തടവറയിലും കാരാഗ്രഹത്തിനും ഒക്കെ കടന്നുകൊണ്ട് ദൈവസ്തുതി ആലപിക്കുന്ന, ദൈവത്തിന് മഹത്വം കൊടുക്കുന്ന, ദൈവാരാധന നടത്തുന്ന അപ്പസ്തോലന്മാരെ നമ്മൾ പ്രത്യേകമായിട്ട് കണ്ടുമുട്ടുന്നുണ്ട്. തോബിതിൻ്റെ ജീവിതത്തിലുണ്ട് ഇതുപോലെ സ്തുതിയെക്കുറിച്ച്. തോബിതിൻ്റെ പുസ്തകം 13-ാമത്തെ അധ്യായത്തിൽ തോബിതിൻ്റെ കീർത്തനം എന്ന് പറഞ്ഞ ഒരു പോർഷൻ കിടപ്പുണ്ട്. യൂദിത്തിൻ്റെ പുസ്തകത്തിൽ 16-ാമത്തെ അധ്യായത്തിൽ നമ്മൾ യൂദിത്തിൻ്റെ കീർത്തനത്തെക്കുറിച്ച് പങ്കുവയ്ക്കുന്നുണ്ട്. ലൂക്കായുടെ സുവിശേഷം 1-ാമത്തെ അധ്യായം 46 മുതൽ മറിയത്തിൻ്റെ സ്തോത്രഗീതം അവിടെ കിടപ്പുണ്ട്. സാമുവേലിൻ്റെ 2-ാം പുസ്തകം 22-ാമത്തെ അധ്യായത്തിൽ ദാവീദിൻ്റെ പ്രവർത്തനങ്ങളെല്ലാം വിജയം നൽകിയതിന് ദാവീദ് കീർത്തനം പാടി ദൈവത്തെ സ്തുതിക്കുന്നതിനെക്കുറിച്ച് അവിടെ പങ്കുവയ്ക്കുന്നുണ്ട്. സാമുവേലിൻ്റെ 1-ാം പുസ്തകത്തിൽ 2-ാമത്തെ അധ്യായത്തിൽ ഹന്നയുടെ കീർത്തനം കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ കീർത്തനം ആലപിച്ച് ദൈവസ്തുതി സ്തോത്രം ആലപിച്ച അനേകം വ്യക്തികളുടെ ഉദാഹരണങ്ങൾ വിശുദ്ധ ഗ്രന്ഥം നമുക്ക് നൽകുന്നുണ്ട്. പ്രിയമുള്ളവരെ, അതുകൊണ്ട് അച്ഛൻ പങ്കുവച്ചു വന്നതാണ് നമ്മൾ സ്വർഗത്തിൻ്റെ ഭാഷ. അതാണ് സ്തുതി, സ്തോത്രം, ആരാധന, മഹത്വം, ഹല്ലേലൂയ, പരിശുദ്ധൻ. ഇതെല്ലാം നമ്മൾ പരിശീലിച്ച് വരണം എന്നുള്ളതാണ്. പ്രിയമുള്ളവരെ, നമ്മൾ കുട്ടികളെയൊക്കെ പ്രാർത്ഥിക്കാൻ പരിശീലിപ്പിക്കുന്ന ഇവരിച്ചിരി പ്രായം ആകട്ടെ എന്ന് വിചാരിച്ച് മാറ്റിവെക്കുന്ന മാതാപിതാക്കളുണ്ട്. കൊച്ചു കുട്ടി ആയിരിക്കുമ്പോൾ തന്നെ ഏറ്റവും ചെറുപ്പത്തിൽ, നന്നേ ചെറുപ്പത്തിൽ തന്നെ ഇവർക്കൊക്കെ ഈ സ്തുതി, ആരാധന, മഹത്വമൊക്കെ ചൊല്ലിക്കൊടുത്തും അവരെ കൊണ്ട് പറയിപ്പിച്ചും പരിശീലിപ്പിച്ച് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഈ കുഞ്ഞുങ്ങളൊക്കെ, പ്രിയമുള്ളവരെ, ഒരു മകനും ഒരു മകളും ദൈവത്തിൻ്റെ സന്നിധി വിട്ടു പോവില്ല. നമ്മൾക്ക് പലപ്പോഴും മാതാപിതാക്കൾ ഈ കുഞ്ഞുങ്ങളെ പ്രാർത്ഥിപ്പിച്ച് പരിശീലിപ്പിച്ച് കൊണ്ടുവരുന്ന വഴികൾ അല്പം കഴിഞ്ഞിട്ടാണ്. സമയം കഴിഞ്ഞിട്ട് പരിശീലിപ്പിച്ചാൽ ഒക്കത്തില്ല. അത് അതിൻ്റെ സമയത്ത് നന്നേ ചെറുപ്പത്തിലെ പരിശീലനം കൊടുത്തു കഴിഞ്ഞാൽ ഈ കുഞ്ഞുങ്ങളുടെ വായിൽ നിന്നും അധരത്തിൽ നിന്നും ഇതൊന്നും പോവില്ല. അല്ലെങ്കിൽ എന്താ, അംഗൻവാടിയിലേക്ക്, സ്കൂളിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ കുഞ്ഞുങ്ങളിൽ കൊണ്ടുവരുന്ന വാക്കുകൾ, ഭാഷ, അവരുടെ ഭാഷയൊക്കെ വേറെയാണ്. അപ്പോൾ ഇത് അതിനു മുമ്പേ നല്ല ഭാഷ നമുക്ക് അവർക്ക് കൊടുക്കാനായിട്ട് മാതാപിതാക്കൾക്ക് സാധിച്ചാൽ, പ്രിയമുള്ളവരെ, പിന്നീട് എന്ത് മോശമായ ഭാഷ അവർ കേട്ട് കഴിഞ്ഞാലും അത് ഉള്ളിലേക്ക് പോകില്ല, ഉള്ളിൽ നിന്ന് വരുകയില്ല. മറിച്ച് ഈ സ്വർഗത്തിൻ്റെ ഭാഷ ഇവരുടെ അധരങ്ങളിൽ നമുക്ക് ഒന്ന് നൽകാനായിട്ട് ചെറുപ്പത്തിലെ സാധിച്ചാൽ ഇളം മാതാപിതാക്കളൊക്കെ, അല്ല യുവ ദമ്പതികളൊക്കെ ഒത്തിരി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. പലപ്പോഴും അവർക്ക് ബാക്കിയെല്ലാം ഭൗതിക കാര്യങ്ങളെല്ലാം കൊടുക്കും. പക്ഷേ വേണ്ട കാര്യങ്ങൾ, ആത്മീയമായിട്ടുള്ള കാര്യങ്ങൾ കൊടുക്കുന്നതിൽ പരാജയപ്പെട്ടു പോകുന്നുണ്ട് എന്നുള്ളതൊരു നഗ്ന സത്യമാണ്. അതുകൂടെ അച്ഛന് പങ്കുവയ്ക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ്. പ്രിയമുള്ളവരെ, അതുകൊണ്ട് നന്നേ ചെറുപ്പത്തിലെ കുഞ്ഞുങ്ങൾക്ക് ഈ സ്വർഗത്തിൻ്റെ ഭാഷ പരിശീലനം കൊടുക്കുന്നത് നല്ലതാണ്. നമ്മളും ഇതുവരെ പരിശീലിച്ചിട്ടില്ലെങ്കിൽ ഈ ഭാഷ പരിശീലിക്കേണ്ടത് ഏറ്റവും അത്യാവശ്യമാണെന്നുള്ള കാര്യം ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. അതുകൊണ്ട് സ്വർഗത്തിൻ്റെ ഭാഷ നമ്മുടെ ഓരോ വ്യക്തിപരമായിട്ടുള്ള പ്രാർത്ഥനയിൽ, സമൂഹപരമായിട്ടുള്ള പ്രാർത്ഥന, കുടുംബ പ്രാർത്ഥനയിൽ, ദേവാലയത്തിലുള്ള പ്രാർത്ഥനയിലൊക്കെ കൂടി വരട്ടെ എന്നിവിടെ ആശംസിക്കുകയാണ്. അങ്ങനെ സ്വർഗത്തിൻ്റെ ഭാഷ നമുക്ക് ഇവിടുന്ന് പരിശീലിച്ച് പോയാൽ സ്വർഗത്തിൽ നമ്മുടെ ആത്മാക്കൾ ദൈവത്തെ കണ്ട് ആനന്ദിച്ച് സ്തുതി പാടുന്ന ഒരവസ്ഥ നമുക്ക് ഇപ്പോഴേ സ്വപ്നം കാണാനായിട്ട് പറ്റും. അതിന് സാധിക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.